പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഡെയിലി മലയാളം ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചോദ്യപേപ്പർ എന്ന് പറയുന്നത് 2019 നടന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ചോദ്യപേപ്പറാണ്. എക്സാം നടന്നത് തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടിയിട്ടും കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടിയിട്ടുമായിരുന്നു. ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗ്രഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർലിംഗം എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർലിംഗം എഴുതുക. ഗ്രഹസ്ഥി, ഗ്രഹനായിക, ഗ്രഹസ്ഥ, ഗ്രഹിണി എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഗ്രഹസ്ഥന്റെ എതിർലിംഗം എന്ന് പറയുന്നത് ഗൃഹിണിയാണ്. ഏതാണ്? ഗൃഹിണി. ഓക്കെ അല്ലേ? നമുക്ക് ചില പുല്ലിംഗ സ്ത്രീലിംഗ ശബ്ദങ്ങൾ നോക്കാം. രോഗിയാണെങ്കിൽ രോഗിണിയാണ് സ്ത്രീലിംഗം, രോഗി, രോഗിണി. നമ്പൂതിരി ആണെങ്കിൽ അന്തർജനം, നമ്പൂതിരി, അന്തർജനം. മാടമ്പി ആണെങ്കിൽ കെട്ടിലമ്മയാണ്, മാടമ്പി, കെട്ടിലമ്മ. കൈമൾ ആണെങ്കിൽ കുഞ്ഞമ്മ, കൈമൾ, കുഞ്ഞമ്മ. ദാതാവാണെങ്കിൽ ധാത്രിയാണ്, ദാതാവ്, ധാത്രി. വിദ്വാൻ ആണെങ്കിൽ വിദുഷിയാണ്, വിദ്വാൻ, വിദുഷി. കർത്താവാണെങ്കിൽ കർത്രിയാണ്, കർത്താവ്, കർത്രി. പഥികനാണെങ്കിൽ പഥിക. ക്ഷത്രിയനാണെങ്കിൽ ക്ഷത്രിയാണി, ക്ഷത്രിയനാണെങ്കിൽ ക്ഷത്രിയാണിയാണ്. എന്താണ്? ക്ഷത്രിയാണി. രോഗി, രോഗിണി. നമ്പൂതിരി അന്തർജനം, മാടമ്പി കെട്ടിലമ്മ, കൈമൾ കുഞ്ഞമ്മ, ദാതാവ് ധാത്രി, വിദ്വാൻ വിദുഷി, കർത്താവ് കർത്രി, പഥികൻ പഥിക, ക്ഷത്രിയൻ ക്ഷത്രിയാണി എന്നിവയാണ് നമുക്ക് തന്നിരിക്കുന്ന പുല്ലിംഗ സ്ത്രീലിംഗ ശബ്ദങ്ങൾ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, പ്രസൻസ് ഓഫ് മൈൻഡ്. പ്രസൻസ് ഓഫ് മൈൻഡ് എന്നതിന്റെ മലയാള പദം, പ്രസൻസ് ഓഫ് മൈൻഡ് എന്നതിന്റെ മലയാള പദം ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? മനസാന്നിധ്യമാണ്. എന്താണ്? മനസാന്നിധ്യം. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ മനസാന്നിധ്യം, മനസാന്നിധ്യം. ഓക്കെ അല്ലേ? ചില മലയാള പദങ്ങൾ നമുക്ക് നോക്കാം. ആൻ ഒബ്സ്റ്റിനേറ്റ് മാൻ, ഒബ്സ്റ്റിനേറ്റ് മാൻ എന്ന് പറഞ്ഞാൽ എന്താ? മർക്കട മുഷ്ടിക്കാരൻ. ആൻ ഒബ്സ്റ്റിനേറ്റ് മാൻ എന്ന് പറഞ്ഞാൽ മർക്കട മുഷ്ടിക്കാരനാണ്, മർക്കട മുഷ്ടിക്കാരൻ. ഹോം ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അപ്രിയ സത്യം. ഒരു പ്രീവിയസ് ചോദ്യമാണ്. ഹോം ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രിയ സത്യമാണ്. ഹോം ട്രൂത്ത്, അപ്രിയ സത്യം. മാൻ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സാഹിത്യകാരനാണ്, മാൻ ഓഫ് ലെറ്റേഴ്സ്, സാഹിത്യകാരൻ. ഹോട്ട് ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ എളുപ്പം ക്ഷോഭിക്കുന്ന, ഹോട്ട് ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ എളുപ്പം ക്ഷോഭിക്കുന്ന എന്നാണ്. ഹസിൽ ആൻഡ് ബസിൽ എന്ന് പറഞ്ഞാൽ തിക്കും തിരക്കും, ഹസിൽ ആൻഡ് ബസിൽ, തിക്കും തിരക്കും. പോയറ്റിക് ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ കവിത്രയം, പോയറ്റിക് ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ കവിത്രയമാണ്. ടു ബറി ദ ഹാറ്റ്ചെറ്റ് എന്ന് പറഞ്ഞാൽ വൈരമെല്ലാം മറക്കുക, ടു ബറി ദ ഹാറ്റ്ചെറ്റ് എന്ന് പറഞ്ഞാൽ വൈരമെല്ലാം മറക്കുക എന്നാണ്. ആൻ ഒബ്സ്റ്റിനേറ്റ് മാൻ എന്ന് പറഞ്ഞാൽ മർക്കട മുഷ്ടിക്കാരൻ. ഹോം ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അപ്രിയ സത്യം. മാൻ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സാഹിത്യകാരൻ. ഹോട്ട് ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ എളുപ്പം ക്ഷോഭിക്കുന്ന എന്നാണ്. ഹസിൽ ആൻഡ് ബസിൽ എന്ന് പറഞ്ഞാൽ തിക്കും തിരക്കും. പോയട്രിക് ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ, പോയറ്റിക് ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ കവിത്രയം. ടു ബറി ദ ഹാറ്റ്ചെറ്റ് എന്ന് പറഞ്ഞാൽ വൈരമെല്ലാം മറക്കുക എന്നാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുന്നു. വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? എന്താണ്? വിചാരിച്ചത് കിട്ടിയില്ല എങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന അർത്ഥം വരുന്ന ശൈലി എന്ന് പറയുന്നത് എന്താണ്? ഉരുളയ്ക്കുപ്പേരി, മീൻ തൊട്ടുകൂട്ടുക, ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നിവയാണ്. ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി. വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക, ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ചില ശൈലികൾ നമുക്ക് നോക്കാം. അകലെ ഉഴുത് പകലെ പോരുക എന്ന് പറഞ്ഞാൽ ജോലിയിൽ കള്ളത്തരം കാണിക്കുക. അകലെ ഉഴുത് പകലെ പോരുക, ജോലിയിൽ കള്ളത്തരം കാണിക്കുക. കോയിത്തമ്പുരാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യയുടെ വരുതിയിൽ നിൽക്കുന്ന ഭർത്താവാണ് കോയിത്തമ്പുരാൻ. കോയിത്തമ്പുരാൻ ഭാര്യയുടെ വരുതിയിൽ നിൽക്കുന്ന ഭർത്താവ്. അമരം പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ശരിയായ വഴി കാണിക്കുക. അമരം പിടിക്കുക, ശരിയായ വഴി കാണിക്കുക. അടുക്കളക്കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടുകാര്യമാണ്, അടുക്കളക്കാര്യം, വീട്ടുകാര്യം. അവതാ പറയുക എന്ന് പറഞ്ഞാൽ സങ്കടം പറയുക, അവതാ പറയുക, സങ്കടം പറയുക. എണ്ണിച്ചുട്ട അപ്പം എന്ന് പറഞ്ഞാൽ പരിമിത വസ്തുവാണ്, എണ്ണിച്ചുട്ട അപ്പം പരിമിത വസ്തു. എണ്ണപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ആദരണീയനാണ്, എണ്ണപ്പെട്ടവൻ, ആദരണീയൻ. ഉപ്പ് കൂട്ടി തിന്നുക എന്ന് പറഞ്ഞാൽ കൂറ് കാണിക്കുക, ഉപ്പ് കൂട്ടി തിന്നുക എന്ന് പറഞ്ഞാൽ കൂറ് കാണിക്കുകയാണ്. ഓക്കെ അല്ലെ? അകലെ ഉഴുത് പകലെ പോരുക എന്ന് പറഞ്ഞാൽ ജോലിയിൽ കള്ളത്തരം കാണിക്കുക. കോയിത്തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ വരുതിയിൽ നിൽക്കുന്ന ഭർത്താവ്. അമരം പിടിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ വഴി കാണിക്കുക. അടുക്കളക്കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടുകാര്യം. അവതാ പറയുക എന്ന് പറഞ്ഞാൽ സങ്കടം പറയുക. എണ്ണിച്ചുട്ട അപ്പം എന്ന് പറഞ്ഞാൽ പരിമിത വസ്തു. എണ്ണപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ആദരണീയനാണ്. ഉപ്പ് കൂട്ടി തിന്നുക എന്ന് പറഞ്ഞാൽ കൂറ് കാണിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം,
ഷഷ്പം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഷഷ്പം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഷഷ്പം എന്ന പദത്തിന്റെ അർത്ഥം ഭൂമി തന്നിരിക്കുന്നു, ഇളമ്പുല്ല് തന്നിരിക്കുന്നു, ശരീരം തന്നിരിക്കുന്നു, ദുഃഖം നൽകിയിരിക്കുന്നു. ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഷഷ്പം എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇളമ്പുല്ലാണ്. ഏതാണ്? ഇളമ്പുല്ല്. ഷഷ്പം എന്ന പദത്തിന്റെ അർത്ഥം ഇളമ്പുല്ലാണ്. ഓക്കെ അല്ലേ? ചില അർത്ഥങ്ങൾ നമുക്ക് നോക്കാം. അധ്വാവ് എന്ന് പറഞ്ഞാൽ എന്താ? വഴിയാണ്. അധ്വാവ് എന്ന് പറഞ്ഞാൽ വഴിയാണ്. വയസ്യൻ എന്ന് പറഞ്ഞാൽ ചങ്ങാതി. വയസ്യൻ, ചങ്ങാതി. ഘാതകൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷിക്കുന്നവൻ. ഘാതകൻ, ഭക്ഷിക്കുന്നവൻ. ഘാതകൻ എന്ന് പറഞ്ഞാൽ കുഴിക്കുന്നവനാണ്. ഘാതകൻ, കുഴിക്കുന്നവൻ. എന്നാൽ ഈ ഘാ വന്നാൽ ഘാതകനാണെങ്കിൽ അത് കൊല്ലുന്നവനാണ്. 3 ഘാതകൻ തന്നിരിക്കുന്നു. ഘാതകൻ ഭക്ഷിക്കുന്നവൻ, ഘാതകൻ കുഴിക്കുന്നവൻ, ഘാതകൻ കൊല്ലുന്നവൻ. ഓക്കെ അല്ലേ? ഉടജം എന്ന് പറഞ്ഞാൽ എന്താ? ആശ്രമം. ഉടജം, ആശ്രമം. ആത്മജൻ എന്ന് പറഞ്ഞാൽ മകനാണ്. ആത്മജൻ, മകൻ. ക്ഷണനം എന്ന് പറഞ്ഞാൽ കൊലയാണ്. ക്ഷണനം എന്ന് പറഞ്ഞാൽ കൊല. കൂടം എന്ന് പറഞ്ഞാൽ കൊടുമുടി. കൂടം, കൊടുമുടി. ഓക്കെ അല്ലേ? അധ്വാവ് വഴി, വയസ്യൻ ചങ്ങാതി, ഘാതകൻ ഭക്ഷിക്കുന്നവൻ, ഘാതകൻ കുഴിക്കുന്നവൻ, ഘാതകൻ കൊല്ലുന്നവൻ. ഉടജൻ ആശ്രമം, ആത്മജൻ മകൻ, ക്ഷണനം കൊല, കൂടം കൊടുമുടി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, അത്യന്തം. അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത്, അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് എന്താണ്? അതി, അതി അധികം അന്തം. അതി അധികം അന്തമാണ് അത്യന്തം. അതി അധികം അന്തം അത്യന്തം. ഓക്കെ അല്ലേ? ചില പിരിച്ചെഴുത്തുകൾ നമുക്ക് നോക്കാം. അഹർവൃത്തി പിരിച്ചെഴുതുമ്പോൾ അഹസ് അധികം വൃത്തിയാണ്. അഹർവൃത്തി അഹസ് അധികം വൃത്തിയാണ്. അന്വർത്ഥം പിരിച്ചെഴുതുമ്പോൾ അനു അധികം അർത്ഥമാണ്. അന്വർത്ഥം, അനു അധികം അർത്ഥം. ഋഗ്വേദം പിരിച്ചെഴുതുമ്പോൾ ഋക്ക് അധികം വേദം. ഋക്ക് അധികം വേദമാണ് ഋഗ്വേദം. നവോത്ഥാനം പിരിച്ചെഴുതുമ്പോൾ നവ അധികം ഉത്ഥാനമാണ്. നവ അധികം ഉത്ഥാനം, നവോത്ഥാനം. പരോപകാരം പിരിച്ചെഴുതുമ്പോൾ പര അധികം ഉപകാരം. പര അധികം ഉപകാരം, പരോപകാരം. മനോരഥം പിരിച്ചെഴുതുമ്പോൾ മന അധികം രഥം. മനോരഥം, മന അധികം രഥം. വിദ്യുത് ശക്തി പിരിച്ചെഴുതുമ്പോൾ വിദ്യുത് അധികം ശക്തി. PYQ ചോദ്യമാണ്. വിദ്യുത് ശക്തി പിരിച്ചെഴുതുമ്പോൾ വിദ്യുത് അധികം ശക്തി. വിദ്യുത് അധികം ശക്തിയാണ്. സ്വേച്ഛ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാ വരുന്നത്? സോ അധികം ഇച്ഛ. സോ അധികം ഇച്ഛയാണ് സ്വേച്ഛ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ശരിയായ പദം ഏത്? 96ാമത്തെ ചോദ്യമാണ്. ശരിയായ പദം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. വിദുഷി, വിദൃഷി, വിദുഷ, വിദൃഷ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? വിദുഷിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ് ഉത്തരം? വിദുഷി. ഉത്തരം വിദുഷി. വിദുഷി, വിദുഷിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻസിൽ നൽകുന്ന വിദുഷി എന്നാണ് നൽകിയിരിക്കുന്നത്. ഉത്തരം ഏതാണ്? വിദുഷിയാണ് ശരിയായിട്ട് വരുന്നത്. വിദുഷി. ഓക്കെ, വിദുഷിയാണ് ശരി. ചില പദശുദ്ധികൾ നോക്കാം. അഗാധം, അഗാധം. യാദൃച്ഛികം, യാദൃശ്ചികമല്ല യാദൃച്ഛികം, യാദൃച്ഛികം. പശ്ചാത്തലം, പശ്ചാത്തലം, പശ്ചാത്തലമല്ല പശ്ചാത്തലം. വൈകുണ്ഠം, അല്ലെ വൈകുണ്ഠം. സൃഷ്ടാവ്, സ്രഷ്ടാവാണ് സ്രഷ്ടാവ്, സ്രഷ്ടാവ്. പാദസരം, പാദസ്വരമല്ല പാദസരം. വിദ്യാർത്ഥി, വിദ്യാർത്ഥി. വിദഗ്ധൻ, വിദഗ്ധൻ. പതിവ്രത, പതിവ്രത. കവയിത്രി, മിക്കപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. കവയിത്രി. എന്താണ്? കവയിത്രി, കവയിത്രി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 97. സഹജം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. സഹജം എന്ന പദത്തിന്റെ വിപരീത പദം ആർജിതം നൽകിയിരിക്കുന്നു, പരജിതം നൽകിയിരിക്കുന്നു, ആജിതം നൽകിയിരിക്കുന്നു, പരാർജിതം നൽകിയിരിക്കുന്നു. ഉത്തരം എന്ന് പറയുന്നത് സഹജം എന്ന പദത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് ആർജിതമാണ്. ഏതാണ്? ആർജിതമാണ് സഹജം എന്ന പദത്തിന്റെ വിപരീത പദം, ആർജിതം. ഓക്കെ അല്ലേ? ചില വിപരീത പദങ്ങൾ നോക്കാം. മിഥ്യയാണെങ്കിൽ വിപരീതം തഥ്യ. ശീഘ്രം മന്ദമാണ് വിപരീതം. ദയയാണെങ്കിൽ ക്രൂരത വിപരീതം. സംഘടനമാണെങ്കിൽ വിഘടനമാണ് വിപരീതം. ജാഗരമാണെങ്കിൽ സുഷുപ്തിയാണ്, ജാഗരം സുഷുപ്തി. ഭൗതികമാണെങ്കിൽ ആത്മീയമാണ് വിപരീതം. ഭൂഷണമാണെങ്കിൽ ദൂഷണമാണ് വിപരീതം. വികാസമാണെങ്കിൽ സങ്കോചമാണ് വിപരീതം. വർജ്യമാണെങ്കിൽ സ്വീകാര്യമാണ് വിപരീതം. വിരളമാണെങ്കിൽ ബഹുലമാണ് വിപരീതം. മിഥ്യ തഥ്യ. ശീഘ്രം മന്ദം. ദയ ക്രൂരത. സംഘടനം വിഘടനം. ജാഗരം സുഷുപ്തി. ഭൗതികം ആത്മീയം. ഭൂഷണം ദൂഷണം. വികാസം സങ്കോചം. വർജ്യം
സ്വീകാര്യം, വിരളം, ബഹുലം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കണ്ണു കാണാത്തവൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കണ്ണു കാണാത്തവൻ എന്ന വാക്കിന്റെ ഒറ്റപ്പദം കണ്ടെത്തുക. കണ്ണു കാണാത്തവൻ എന്ന വാക്കിന്റെ ഒറ്റപ്പദം എന്ന് പറയുന്നത് എന്താണ്? അന്ധനാണ്. എന്താണ്? അന്ധനാണ്. കണ്ണു കാണാത്തവൻ ആരാണ്? അന്ധനാണ്. ചില ഒറ്റപ്പദങ്ങൾ നമുക്ക് നോക്കാം. വ്യാകരണം പഠിച്ചവൻ വൈയാകരണൻ. PYK ചോദ്യമാണ്. വ്യാകരണം പഠിച്ചവൻ വൈയാകരണനാണ്. ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷമാണ്. PYK ചോദ്യമാണ്. ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷമാണ്. ഉണർന്നിരിക്കുന്ന അവസ്ഥ, വീണ്ടും PYK ചോദ്യം, ജാഗരം. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരമാണ്. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്ര. PYK ചോദ്യമാണ്. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്ര. ന്യായശാസ്ത്രം അറിയുന്നവൻ ന്യായജ്ഞൻ അല്ലെങ്കിൽ നൈയായികനാണ്. ന്യായശാസ്ത്രം അറിയുന്നവൻ. കാവ്യത്തിന് വിഷയമായത് കാവ്യവിഷയമാണ്. കാവ്യത്തിന് വിഷയമായത് ഏതാണ്? കാവ്യവിഷയമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ശരിയായത് തിരഞ്ഞെടുക്കുക എന്ന് നൽകിയിരിക്കുന്നു. അനുദിനം വർദ്ധിക്കുന്ന ജനസംഖ്യയെ തീറ്റിപ്പോറ്റുക. അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക. അനുദിനം വർദ്ധിക്കുന്ന സംഖ്യയെ തീറ്റിപ്പോറ്റുക. ജനസംഖ്യ അനുദിനം വർദ്ധിക്കുന്നതിനെ തീറ്റിപ്പോറ്റുക എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക. അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വാക്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ജനത്തെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? തീറ്റിപ്പോറ്റുന്നത്, ജനസംഖ്യയല്ല എന്നുള്ള കാര്യം ചിന്തിച്ചാൽ മതിയാവും. ഓക്കെ അല്ലെ? അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യമാണ്. കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തുക. വെള്ളയപ്പത്തിന് ഇരുമ്പ് ചട്ടി, വെള്ളത്തിലാരോ കമഴ്ത്തിയിട്ടു, താന്നു പോകില്ലിരുമ്പ് ചട്ടി, കാണാമതിലോ വെളുത്ത ചുട്ടി. എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. അതിന്റെ ഉത്തരങ്ങൾ നൽകിയിരിക്കുന്നത് ആമ, ഓന്ത്, പരുന്ത്, തവള എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ആമയാണ്. എന്താണ് ഉത്തരം എന്ന് പറയുന്നത്? ആമയാണ്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. വെള്ളയപ്പത്തിന് ഇരുമ്പ് ചട്ടി, വെള്ളത്തിൽ ആര് കമഴ്ത്തിയിട്ടു, താന്നു പോകില്ലീ ഇരുമ്പ് ചട്ടി, കാണാമതിലോ വെളുത്ത ചുട്ടി എന്നാണ് നൽകിയിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ആമയാണ്. ഉത്തരം ആമ. ചില കടങ്കഥകൾ നമുക്ക് നോക്കാം. കൊക്കിരുന്നു കുളം പറ്റി, റാന്തൽ വിളക്ക്. കൊക്കിരുന്നു കുളം പറ്റി, റാന്തൽ വിളക്ക്. വാലില്ലാത്ത അമ്മയ്ക്ക് വാലുള്ള മക്കൾ, തവള. വായില്ല നാക്കുണ്ട്, നാക്കിന്മേൽ പല്ലുണ്ട്, ചിരവ. മുള്ളുണ്ട് മുരിക്കല്ല, പാലുണ്ട് പശുവല്ല, ചക്ക. കാട്ടിലെ മരം, നാട്ടിലെ കണക്കപ്പിള്ള, നാഴിയാണ്. പഞ്ചപാണ്ഡവർ 5 പേർക്കും കൂടി ഒരു മുറം. എന്താണ്? കൈപ്പടം. അമ്മ കറുത്തിട്ട് മകൾ വെളുത്തിട്ട്, മകളുടെ മകൾ ഒരു സുന്ദരിക്കോത. എന്താണ്? വെള്ളിലം താളി. എന്താണ്? വെള്ളിലം താളി. കൊക്കിരുന്നു കുളമ്പറ്റി, റാന്തൽ വിളക്ക്. വാലില്ലാത്ത അമ്മയ്ക്ക് വാലുള്ള മക്കൾ, തവള. വാലില്ല നാക്കുണ്ട്, നാക്കിന്മേൽ പല്ലുണ്ട്, ചിരവ. മുള്ളുണ്ട് മുരിക്കല്ല, പാലുണ്ട് പശുവല്ല, ചക്ക. കാട്ടിലെ മരം, നാട്ടിലെ കണക്കപ്പിള്ള, നാഴി. പഞ്ചപാണ്ഡവർ 5 പേർക്കും കൂടി ഒരു മുറ്റം, കൈപ്പടം. അമ്മ കറുത്തിട്ട് മകൾ വെളുത്തിട്ട്, മകളുടെ മകൾ ഒരു സുന്ദരിക്കോത. ഏതാണ്? വെള്ളിലം താളി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും 10 ചോദ്യങ്ങളായിരുന്നു 2019 വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകൾക്ക് വേണ്ടി ചോദിച്ച മലയാളം ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ഉത്തരങ്ങളെല്ലാം, വിശദീകരണങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായി എന്നും വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു മലയാളം ചോദ്യ പേപ്പറുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.